ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ PSC സൈറ്റിൽ സാധാരണ കേരള PSC.com എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കേരള തുളസി പോർട്ടൽ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് സാധാരണയായിട്ട് കിട്ടാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ തുളസി ലോഗിൻ കേരള PSC അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ക്രോമിൽ കയറിയിട്ട് അങ്ങനെയൊന്നും അടിച്ചു കൊടുത്താൽ കിട്ടുന്നില്ല. നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സൈറ്റ് ഓപ്പൺ ആക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ക്രോമിൽ കയറിയിട്ട് സെർച്ച് ബാറിൽ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം. നമുക്ക് ലോഗിൻ പേജിലേക്ക് കയറണമെങ്കിൽ tulasi.psc.kerala.government.in അങ്ങനെ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുളസിയുടെ പേജിലേക്ക് കയറാൻ കഴിയും. ഈ സ്ക്രീനിൽ കാണുന്ന മാതിരി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് നമ്മുടെ പേജിലേക്ക് എത്തും. അപ്പം കിട്ടുന്നില്ല എന്നുള്ള പരാതി മാറിയല്ലോ. ഇങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് പേജിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് യൂസർ ഐഡിയും പാസ്വേഡും അടിച്ചിട്ട് കയറിയാൽ മതി. ആക്സസ് കോഡ് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ സ്റ്റെപ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് കയറുക. ലൈക്കായെങ്കിൽ ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പേരും ഐഡിയും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി തെറ്റിപ്പോയി. സോറി കേട്ടോ, ഞാൻ വേറെ എന്തോ ആലോചിച്ചടിച്ചതായിരുന്നു. പേരും ഐഡിയും ഒന്നുകൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേര്, പാസ്വേഡ്, പിന്നെ നമ്മുടെ ആക്സസ് കോഡ്, ഈ 3 എണ്ണം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക്, മീൻസ് നമ്മുടെ സ്വന്തം പേജിലേക്ക് കയറാൻ കഴിയും. പാസ്വേഡ് മറന്നുപോയിട്ടുള്ളവരാണെങ്കിൽ ഫോർവേഡ് പാസ്വേഡ് അടിച്ചാൽ നമുക്ക് മാറ്റി ചെയ്യാനും കഴിയും കേട്ടോ. അങ്ങനെ ഞാൻ പേജിലേക്ക് കയറിയിട്ടുണ്ട്. പേജിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇപ്പം അപ്ഡേഷൻ വന്നതിന് ശേഷം കുറച്ച് കാലമായിട്ട് തന്നെ OTP മെയിലിലേക്ക്, ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP ചോദിക്കും. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരള PSC സർവീസ് കമ്മീഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈലിലേക്ക് എൻ്റർ ആവാൻ കഴിയും. അപ്പം ഞാൻ OTP വന്നിട്ടുണ്ട്. OTP എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 1 മിനിറ്റ് എങ്ങാനേ OTPക്ക് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒരു അഡ്മിഷൻ ടിക്കറ്റ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ അഡ്മിഷൻ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ തന്നെ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ മുകളിൽ റെഡ് കളറിൽ കാണും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ഈ പേജിലേക്ക് വരും. പേജിൽ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ്, ആ PDF-ൻ്റെ ആരോ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.